രണ്ട് ഫോമിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ജനറൽ ഡീറ്റെയിൽസ് ആണ്. ജനറൽ ഡീറ്റെയിൽസിന് ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ, മൊബൈൽ നമ്പർ, അച്ഛൻ്റെ പേര്, അച്ഛൻ്റെ വോട്ടർ ഐ ഡി നമ്പർ, അപാരമായ ക്ഷമ, വിളിക്കുന്നിടത്ത് ഓടിയെത്താനുള്ള മനസ്സ്, എളുപ്പത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇതെല്ലാം കൈമുതലാക്കി SIR ഫോമുമായി നാട്ടിൽ പലരും ഓടി നടപ്പുണ്ട്. 100-ലധികം വോട്ടർമാരെ നേരിട്ട് കണ്ട് ഫോം പൂരിപ്പിക്കേണ്ട ഒരു BLOയ്ക്കൊപ്പമാണ് ഞങ്ങൾ. വൈകിട്ട് 6 മണിക്ക് BLO ഫീൽഡിലിറങ്ങി. സാധാരണ ഒരു ദിവസത്തിൽ ഇറങ്ങുമ്പോൾ മാക്സിമം ആളുകളെ കണ്ടെത്തണം എന്നുള്ള ഒരു കൺസെപ്റ്റിലൂടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. എത്ര പേരെ കാണാൻ കഴിയും, എത്ര പേർക്ക് ഈ മെസ്സേജ് അവരിലേക്ക് കൺവേ ചെയ്യാൻ കഴിയും, എത്ര പേരിലേക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും എന്നുള്ളത് നമ്മുടെ ഭാഗ്യം അനുസരിച്ചിരിക്കും. സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് CEO കേരള, അതിനകത്ത് വോട്ടർ സെർച്ച് 2002, വോട്ടർ സെർച്ച് 2002 ചുമ്മാ ഫോട്ടോ അയച്ച് ഇങ്ങോട്ട് വിട്ട്. അപ്പോൾ അത് കണ്ടെല്ലാം പൂരിപ്പിച്ച്. അപ്പോൾ അതിൻ്റെ എന്തുവാ ചെയ്യണ്ടേ? അത് പൂരിപ്പിച്ചെങ്കിൽ ഇങ്ങനെ തന്നാൽ മതി. ഇവിടുത്തെ അഡ്രസ്സ് വല്ലതും വെക്കണം. അവള് അഡ്രസ്സ് ഒന്നും വേണ്ടല്ലോ, ഇവിടുത്തെ അഡ്രസ്സ് ഓൾറെഡി ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഇവിടുത്തെ ഫോം വന്നത്. 2002 വോട്ട് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ ഉമ്മാടെ വെച്ചേ ഫില്ല് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ ആ റൈറ്റ് പാർട്ട്, താഴെ റൈറ്റ് പാർട്ടിൽ ഫില്ല് ചെയ്യും. നിങ്ങൾ വരണമെന്ന് പറഞ്ഞില്ല, നിങ്ങളുടെ ഫോം തരുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. ഇപ്പം നിങ്ങൾ തന്നെ വരണമെന്ന് എനിക്ക് നിർബന്ധമില്ല. നിങ്ങളുടെ വോട്ടർ ID കാർഡ് കൊണ്ട് നിങ്ങളുടെ സഹോദരനെ പറഞ്ഞു വിട്ടാലും മതി. അവരുടെ സഹായം എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും വലിയൊരു സഹായമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്ന് 2002 ഡീറ്റെയിൽസ് മാത്രം പഴയ വോട്ടർ പട്ടികയിൽ എങ്ങനെയാണോ അങ്ങനെ കൊടുത്തിരുന്നാൽ മതി. 126174. ബാക്കി ഇത് ഇതേപോലെ എന്ത് ചെയ്താൽ മതി, ഇത് മാത്രം ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി. മനസ്സിലെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നത് ഇങ്ങനെയാണ്. 300 വരെയുള്ള ഫോം കിട്ടിയപ്പോൾ നമ്മൾ ചില വീടുകളിൽ ഇത് അവിടെ ആ മുതിർന്നവരെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടു കൊടുത്തു. ഈ 800 വരെയുള്ള ഫോമിനകത്താണ് ബാക്കിയുള്ളവരുടെ ഉണ്ടായിരുന്നത്. അവിടെ പിന്നെയും പോയി ആ വീടുകളിൽ 3, 4 അല്ല 5, 6 പ്രാവശ്യം പോകേണ്ടുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ഡെമോക്രസി ആൾ പോലെ തലയ്ക്കും വെളിയിൽ തൂങ്ങി കിടക്കുന്ന ഒരു സംഭവമാണ്. ഇത്രയും ആളുകളെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം ഒരു വലിയ വിഷയം തന്നെയാണ്. അപ്പോൾ ഹൈ പ്രഷറാണ്. അറിയാത്തവർക്ക് പൂരിപ്പിച്ച് നൽകണം. എഴുതാൻ ശ്രമം നടത്തിയവർക്ക് തിരുത്താനുള്ളത് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇനിയും ദിവസങ്ങൾ വേണം. പൂർണ്ണമായി പൂരിപ്പിച്ച ഫോമുകൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക എന്ന ഘട്ടം അപ്പോഴും ബാക്കി നിൽക്കുകയാണ്. 2-3 പ്രവാസി വോട്ടർമാരും ഉണ്ട്. പത്രമാധ്യമങ്ങൾ വഴിയോ ഒന്നും ഈ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ട്യൂട്ടോറിയലോ അല്ലെങ്കിൽ ജനങ്ങളെക്കുറിച്ച് അതിൻ്റെ ഒരു അവബോധം ഉണ്ടായിട്ടില്ല. വീട്ടിലെത്തിയാലും ഇത് തന്നെ കഥ. രാത്രി വീട്ടിൽ പോകുന്നത് ജസ്റ്റ് ഈ പോകുന്നിടത്ത് ഒന്ന് യൂറിനേറ്റ് ചെയ്യാൻ വരെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ നാട്ടുകാരുടെ സിവിക് സെൻസും അതിനനുസരിച്ച് ഉയർന്നിട്ടില്ല എന്ന് വേണം കരുതാൻ. എല്ലാ ദിവസവും ഇങ്ങനെയാകണമെന്നില്ല, എന്നാൽ പല ദിവസങ്ങളും ഇങ്ങനെയാണ്. വോട്ടുറപ്പിക്കാൻ കാത്തുനിൽക്കുന്ന ജനങ്ങൾക്ക് കരുതലാകാൻ ഇവർ തയ്യാറാണ്. ഈ BLOമാരുടെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് അധികൃതരാണ്. ഷാനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്.